ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് കാറ്റഗറി നമ്പർ 548/2019. അപ്പൊ ഇതിനകത്ത് വേക്കൻസിയുടെ അനുസരിച്ച് ഒരു ഡെമോ ചാർട്ട് ഇടാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇടാൻ ലേറ്റ് ആയതിന്റെ കാരണം നമുക്ക് വേക്കൻസിയെ കുറിച്ചുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതിനകത്ത് വേക്കൻസി ഉള്ള വേക്കൻസി തന്നെ ഇപ്പം റിപ്പോർട്ട് ഇപ്പൊ സൈറ്റിൽ കിടക്കുന്ന വേക്കൻസിയിൽ തന്നെ വാച്ച്മാന്റെ പോസ്റ്റ് ഉണ്ട്, NJD ഉണ്ട്. അപ്പൊ അതൊക്കെ കിടക്കുന്നത് കൊണ്ടാണ് നല്ല കറക്റ്റ് ആയിട്ടൊരു ഡേറ്റ കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനായിട്ട് ഇത്രയും ലേറ്റ് ആയത്. അപ്പൊ ഇപ്പോഴും പല കമന്റ്സിലൂടെയും അല്ലാതെ പേഴ്സണലായിട്ടും മെസ്സേജുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേക്കൻസി കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഇത്ര വേക്കൻസി ഉണ്ട്, ഇപ്പൊ ഒരു 60 വേക്കൻസി ഉണ്ട്, അതിന്റെ ഡെമോ ചാർട്ട് ഇടാനാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് കാര്യങ്ങളോട്ട് ഡെമോ ചാർട്ട് നമുക്ക് ഇട്ട് പോകാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് നമുക്ക് വേക്കൻസി എത്രയാണെന്ന് അറിയത്തില്ല, NJD എത്രയാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ വാച്ച്മാന്റെ പോസ്റ്റിന്റെ ചില പോസ്റ്റിനൊന്നും നമുക്ക് അറിയില്ല ഏതാണ് വാച്ച്മാൻ പോസ്റ്റ് ഉള്ളത് എന്നൊക്കെ ഉള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു കൺക്ലൂഷൻ എത്തി. ഇപ്പം നിലവിലുള്ള ടോട്ടൽ അഡ്വൈസിന്റെ ഒരു 10% വേക്കൻസിയും കൂടെ അഡ്വൈസ് ഇടാൻ പോകുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ശരിയാവണമെന്നില്ല. കാരണം നമ്മൾ ഒരു അസംഷൻ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് 2 ജില്ലയാണ് ചെയ്യുന്നത്, ഒന്ന് തിരുവനന്തപുരവും പിന്നൊന്ന് കണ്ണൂരും. ഓക്കെ, 2 ജില്ലയുടെ റൊട്ടേഷൻ ചാർട്ടാണ് ഞാനൊന്ന് തയ്യാറാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കണ്ട് മുമ്പോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് 913 ആണ്. അപ്പൊ ഈ 913ന്റെ 10% നമ്മൾ വേക്കൻസി ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇനിയിപ്പം ഒരു മാസത്തോളം ഈ ലിസ്റ്റ് തീരാനായിട്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ 90 ഇപ്പൊ ഓൾറെഡി കുറച്ച് വേക്കൻസി നിലവിലുണ്ട്. ഇപ്പൊ മൊത്തത്തിൽ നമ്മളൊരു 90 വേക്കൻസിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ ഉള്ള നിലവിലുള്ള വേക്കൻസിയും ബാക്കിയുള്ള വേക്കൻസിയും കൂടെ വന്നിട്ട് ഒരു 90 വേക്കൻസിയോളം ഇനി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാവും റൊട്ടേഷൻ വരുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ അഡ്വൈസിന്റെ 10% വേക്കൻസിയുടെ ഡെമോ ചാർട്ടാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോഴുള്ള നിലവിലുള്ള അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ടോട്ടൽ അഡ്വൈസ് ഞാൻ പറഞ്ഞു 913 ആണ്. OC മെയിൽ 753, ഫീമെയിൽ 723, EBT മെയിൽ 778, ഫീമെയിൽ OCയിൽ നിന്നാണ് പോയിരിക്കുന്നത്. SC സപ്ലിമെന്ററി ലിസ്റ്റ് 37 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 31 ഫീമെയിൽ, ST സപ്ലിമെന്ററി ലിസ്റ്റ് 39 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 25 ഫീമെയിൽ, മുസ്ലിം 926 മെയിൽ, 808 ഫീമെയിൽ, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററി ലിസ്റ്റ് 21 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 3 ഫീമെയിൽ, OBC 995 മെയിൽ, 936 ഫീമെയിൽ, SIUC സപ്ലിമെന്ററി ലിസ്റ്റ് 2 മെയിൽ, 773 ഫീമെയിൽ, വിശ്വകർമ്മ OCയിൽ നിന്നാണ് പോയിരിക്കുന്നത്. മെയിൽ ഫീമെയിൽ 687, SSCCC സപ്ലിമെന്ററി ലിസ്റ്റ് 14 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 13 ഫീമെയിൽ, ധീവര സപ്ലിമെന്ററി ലിസ്റ്റ് 3 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 2 ഫീമെയിൽ, ഹിന്ദു നാടാര് മെയിൽ OCയിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഫീമെയിൽ 668. ഇനി DL പോകുമ്പോൾ DA LB 11, HI 9, DLDCP 10. അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ ചാർട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കുറെ പാസ്ഡ് ഓവർ കാൻഡിഡേറ്റ്, ഫീമെയിൽ കാൻഡിഡേറ്റ് ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ കൺസ്യൂം ചെയ്ത് നമ്മൾ ഇപ്പോഴുള്ള വേക്കൻസി ഞാൻ നേരത്തെ പറഞ്ഞു 913ന്റെ 10%, ഏകദേശം ഒരു 90 വേക്കൻസിക്കാണ് നമ്മൾ ഡെമോ ചാർട്ട് ഇടാൻ പോകുന്നത്. ഇതിനകത്ത് എല്ലാം ഫ്രഷ് വേക്കൻസി എന്ന് കൺസിഡർ ചെയ്തിട്ടും അതുപോലെ തന്നെ എല്ലാ OA പോസ്റ്റ് ആണ് എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് ഇടുന്നത്. 90 വേക്കൻസി ഫ്രഷ് വേക്കൻസി ആയിട്ട് കൺസിഡർ ചെയ്ത് മെയിലും ഫീമെയിലും അഡ്വൈസ് അയക്കും എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ ഇത് പറയുന്നതിന്റെ കാരണം ചിലപ്പോൾ അഡ്വൈസ് വരുമ്പോൾ ചിലപ്പോൾ ഇത്ര വേക്കൻസി ആയിരിക്കത്തില്ല, ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും, ചിലപ്പോൾ ഇത്രയൊന്നും റാങ്ക് പോകില്ല. അതൊക്കെ ഒരു അസംഷൻ വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ 90 വേക്കൻസിക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ഇടുമ്പോൾ OCയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 819 ഫീമെയിൽ വരെ പോകാനാണ് ചാൻസ് ഉള്ളത്. EBT 849 ഫീമെയിൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. SSC സപ്ലിമെന്ററി ലിസ്റ്റ് 46 ഫീമെയിൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ST സപ്ലിമെന്ററി ലിസ്റ്റ് 28 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. മുസ്ലിം 935 മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററി ലിസ്റ്റ് 8 ഫീമെയിൽ വരെ ചാൻസ് ഉണ്ട്. OBC 1011 മെയിൽ വരെ ചാൻസ് ഉണ്ട്. SIUC നാടാര് 838 ഫീമെയിൽ വരെ ചാൻസ് ഉണ്ട്. വിശ്വകർമ്മ 856 മെയിൽ വരെ ചാൻസ് ഉണ്ട്. SSCCC സപ്ലിമെന്ററി ലിസ്റ്റ് 15 F ഫീമെയിൽ വരെ ചാൻസ് ഉണ്ട്. ധീവര സപ്ലിമെന്ററി ലിസ്റ്റ് 4 ഫീമെയിൽ വരെ ചാൻസ് ഉണ്ട്. ഹിന്ദു നാടാര് 776 മെയിൽ വരെ ചാൻസ് ഉണ്ട്. പിന്നെ DAയിൽ വരുമ്പോൾ അത് കുറച്ച് വ്യത്യാസം സംഭവിക്കാം. ഓക്കെ, അത് പെൻഡിങ് ഉണ്ടതൊന്നും കണക്ക് കൂട്ടാതാണ് എടുത്തിരിക്കുന്നത്. LV ഏകദേശം ഒരു 13, H ഏകദേശം ഒരു 11, LDCP ഏകദേശം ഒരു 12. അപ്പൊ ഇതാണ് തിരുവനന്തപുരം ജില്ലയിൽ നമ്മളൊരു അസംഷൻ, ഒരു 90 വേക്കൻസിക്ക് അഡ്വൈസ് അയച്ചാലുള്ള അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സെൻസിൽ വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണൂരത്തെ കാര്യം പറയുകയാണെങ്കിൽ കണ്ണൂർ ടോട്ടൽ അഡ്വൈസ് 581 ആണ്. അപ്പൊ ഇതിന്റെ 10% നമ്മൾ എടുക്കുന്നത്, ഏകദേശം ഒരു 58 വേക്കൻസി. ഓക്കെ, അപ്പൊ അതിന്റെ ഇതുവരെ പോയിരിക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് OC മെയിൽ 474, ഫീമെയിൽ 471, EBT 478 മെയിൽ, 471 ഫീമെയിൽ, SSC സപ്ലിമെന്ററി ലിസ്റ്റ് 29 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 23 ഫീമെയിൽ, ST സപ്ലിമെന്ററി ലിസ്റ്റ് 21 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 18 ഫീമെയിൽ, മുസ്ലിം 515 മെയിൽ, 530 ഫീമെയിൽ, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ
നോക്കുകയാണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റ് 14 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 15 ഫീമെയിൽ, OBC 455 മെയിൽ, 465 ഫീമെയിൽ, വിശ്വകർമ്മ സപ്ലിമെന്ററി ലിസ്റ്റ് 4 മെയിൽ, 454 ഫീമെയിൽ, SIUC നാടാര് സപ്ലിമെന്ററി ലിസ്റ്റ് 10 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 11 ഫീമെയിൽ, SSCC സപ്ലിമെന്ററി ലിസ്റ്റ് 16 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 7 ഫീമെയിൽ, ധീവര സപ്ലിമെന്ററി ലിസ്റ്റ് 9 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 7 ഫീമെയിൽ, ഹിന്ദു നാടാർ സപ്ലിമെന്ററി ലിസ്റ്റ് 5 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 1 ഫീമെയിൽ. ഈ DL വരുമ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റ് 6, LV സപ്ലിമെന്ററി ലിസ്റ്റ് 6 തന്നെ, HI LDCP 6 തന്നെ. അപ്പൊ ഇങ്ങനെയാണ് ഇതുവരെ ലാസ്റ്റ് അഡ്വൈസ് അയച്ചതിന് ശേഷമുള്ള ചാർട്ട്. അപ്പൊ ഇനി നമുക്ക് ഏകദേശം ഒരു 58 വേക്കൻസി വരുമ്പോൾ എങ്ങനെ റൊട്ടേഷൻ വരാനുള്ള ചാൻസ് ആണ് കാണുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷനിൽ മെയിൽ ഏകദേശം ഒരു 513 വരെ പോകാനാണ് ചാൻസ് ഉള്ളത്. EBTയിൽ 521 ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. SSCയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് 34 മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ST സപ്ലിമെന്ററി ലിസ്റ്റ് 22 വരെ ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. മുസ്ലിം സപ്ലിമെന്ററി ലിസ്റ്റ് 1 മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററി ലിസ്റ്റ് 18 ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. OBC 518 ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. SIUC നാടാർ സപ്ലിമെന്ററി ലിസ്റ്റ് 12 മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. വിശ്വകർമ്മ സപ്ലിമെന്ററി ലിസ്റ്റ് 1 ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. SCCC സപ്ലിമെന്ററി ലിസ്റ്റ് 12 ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ധീവര സപ്ലിമെന്ററി ലിസ്റ്റ് 10 മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഹിന്ദു നാടാർ സപ്ലിമെന്ററി ലിസ്റ്റ് 2 ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. DA വരുമ്പോൾ LV, HI, LDCP ഇതെല്ലാം 9 വെച്ചുള്ള ചാൻസ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ഇത് വെറും ഒരു അസംഷൻ ആണ്. ഇത് നമുക്ക് എത്രയ്ക്ക് ഒരു ആപ്റ്റായിട്ട് വരാനുള്ള സാധ്യതയില്ല. അപ്പം ഇന്ന് 2 ജില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 12 ജില്ലയിലും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. കാരണം ഇനി ലിസ്റ്റ് തീരാനുള്ള ഒരു മാസം പോലും ഇല്ല. അപ്പൊ അതിന് മുമ്പിട്ട് നമ്മളിത് 1-2 ദിവസത്തിനകത്ത് വെച്ച് നമ്മൾ ഈ ബാക്കി 12 ജില്ലയും 1, 2, 3 ജില്ലയൊക്കെ ആയിട്ട് ഒരു ദിവസം വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. കാരണം ഇത് റൊട്ടേഷൻ 8 വേണം ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആവുന്നത്. അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ അതിന്റെ ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. നാളെ മറ്റന്നാളോ ഒക്കെ ആയിട്ട് എല്ലാ ജില്ലകളും നമ്മൾ റൊട്ടേഷൻ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.